കോളോറെക്ടൽ ക്യാൻസർ ഈ അർബുദ രോഗം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കപ്പെടുന്നു. വൻകുടലിനോട് ചേർന്നോ മലാശയത്തോട് ചേർന്നോ ഉണ്ടാകുന്ന അർബുദ രോഗത്തെ കോളോറെക്ടൽ ക്യാൻസർ എന്ന് വിളിക്കുന്നു. വൻകുടൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശയ ക്യാൻസർ എന്നും വിളിക്കപ്പെടുന്നു. അതായത് ലാർജ് ഇൻറ്റസ്റ്റൈനിലോ റക്തത്തിലോ ഉണ്ടാകുന്ന അർബുദത്തെ കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള അർബുദ രോഗത്തിന്റെ കൃത്യമായ വ്യക്തമായ കാരണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇനി പറയുന്ന സംഗതികൾ ഇത്തരം രോഗാവസ്ഥ സംജാതമാകുന്നതിനുള്ള ചില സംഗതികളും അതിന് നമുക്ക് സ്വീകരിക്കാവുന്ന ചില മുൻകരുതലുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പ്രായം വർദ്ധിക്കും തോറും വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കോളോറെക്ടൽ ക്യാൻസർ പിടിപെടുന്നവരിൽ ഭൂരിഭാഗവും 50 വയസ്സിന് മുകളിലുള്ളവരാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പാരമ്പര്യ ഘടകങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ട്. അടുത്ത ബന്ധുക്കൾക്ക് മലാശയ ക്യാൻസറോ വൻകുടൽ ക്യാൻസറോ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്കും ഇത്തരം രോഗാവസ്ഥകൾ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളോ സഹോദരങ്ങളോ മാത്രമല്ല മറ്റ് കുടുംബ ബന്ധങ്ങളിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ പോലും മലാശയ അർബുദ രോഗത്തിന് സാധ്യത കൂടുകയാണ്. പ്രത്യേകിച്ചും അടുത്ത ബന്ധുക്കൾക്ക് 50 വയസ്സിന് മുൻപ് തന്നെ ചെറുപ്രായത്തിൽ തന്നെ മലാശയ ക്യാൻസറോ മറ്റു ഗ്രന്ഥികളോ പോളിപ്പുകളോ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രോത്തുകളോ വൻകുടലിലോ മലാശയത്തിലോ കാണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഇത്തരം രോഗാവസ്ഥ വരുന്നതിന് സാധ്യത കൂടുതലാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ ചെറുപ്പകാലങ്ങളിൽ അസിഡിറ്റി, IBD, ക്രോൺസ് ഇത്തരം രോഗാവസ്ഥകൾ ബാധിച്ചിട്ടുള്ളവരാണെങ്കിൽ കാലാന്തരത്തിൽ ഇത്തരം രോഗാവസ്ഥകൾ മലാശയ ക്യാൻസറോ വൻകുടൽ ക്യാൻസറോ ആയിട്ട് മാറുന്നതിന് സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ട് തെറ്റായ ജീവിതശൈലികൾ തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകളിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതായത് വളരെ കൂടുതലായിട്ട് അമിതമായിട്ട് പതിവായിട്ട് റെഡ് മീറ്റ്, അതുപോലെ കൊഴുപ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, നാരുകൾ തീരെയില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പതിവായിട്ട് ശീലിച്ചാൽ ഇത്തരം രോഗാവസ്ഥകളിലേക്ക് സാധ്യത പിന്നെയും കൂടുകയാണ്. അതുപോലെ തന്നെ അമിത മദ്യപാനം, പുകവലി, അമിത ശരീരഭാരം, തീരെ വ്യായാമക്കുറവ് ഇത്തരം ജീവിതശൈലികളുള്ളവർക്കും ഇത്തരം രോഗാവസ്ഥകൾ ബാധിക്കുന്നതിന് സാധ്യത കൂടുതലാണ്. ഈ മലാശയ ക്യാൻസറിന്റെയും വൻകുടൽ ക്യാൻസറിന്റെയും ഒരു പ്രത്യേകത ആരംഭഘട്ടത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, അതായത് രോഗം ഗുരുതരമായതിനു ശേഷമായിരിക്കും ലക്ഷണങ്ങളിലൂടെ പ്രകടമാക്കാനായിട്ട് സാധിക്കുക. പൊതുവായി കാണിക്കുന്ന ചില ലക്ഷണങ്ങളോട് വിവരിക്കാം. എന്നിരുന്നാലും സ്ഥാനത്തിനനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യാസം വരാറുണ്ട്. ഇത്തരം രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന രോഗികളോട് കേസ് എടുക്കുന്ന അവസരത്തിൽ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കാലമായിട്ട് ശീലിച്ചു പോന്നിരുന്ന ഒരു പാറ്റേണിൽ നിന്നുള്ള ചില മാറ്റങ്ങൾ, അതായത് മലവിസർജനത്തിന് പതിവായിട്ട് നിത്യേന രാവിലെ സുഖമായിട്ട് ശോധന ലഭിച്ചിരുന്നു വർഷങ്ങളോളം. പിന്നീട് ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടുന്നു, മലബന്ധം അനുഭവപ്പെടുന്നു, അതല്ലെങ്കിൽ ലൂസ് മോഷൻ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നിറവ്യത്യാസം, കട്ടി കുറവ് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് മലാശയ ക്യാൻസറിന്റെയോ വൻകുടൽ ക്യാൻസറിന്റെയോ ഒരു പ്രാരംഭ ലക്ഷണമായിരിക്കാം ഒരുപക്ഷെ. ഇതിനോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഇത്തരം രോഗാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വർഷങ്ങളോളം ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനുമായിട്ടോ റക്തവുമായി ബന്ധപ്പെട്ടോ യാതൊരു വിധത്തിലുള്ള രോഗാവസ്ഥകളും ഇല്ലാതിരുന്നവർക്ക് ഈ മലശോധനയ്ക്കുള്ള രീതികൾക്ക് ചില വ്യത്യാസങ്ങൾ വരുന്നു. ഒപ്പം തന്നെ മലബന്ധം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഗ്യാസ്, ബ്ലോട്ടിംഗ്, ഫ്ലാറ്റുലൻസ്, കീഴ്വായുശല്യം, തുടർച്ചയായിട്ട് വയറുവേദന ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതും മലാശയ ക്യാൻസറിലേക്കോ വൻകുടൽ ക്യാൻസറിലേക്കോ വഴിവെച്ചേക്കാം. അതുപോലെ തന്നെ ഇത്തരം രോഗികൾ തുടർച്ചയായിട്ട് ക്ഷീണം, തളർച്ച വളരെ കാലം നീണ്ടു നിൽക്കുന്നു, അനീമിയ, വിളർച്ച, എന്തെന്ത് മരുന്നുകൾ കഴിച്ചാലും എന്തുമാത്രം ഭക്ഷണം കഴിച്ചാലും എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നു. അതുപോലെ മെലിച്ചില്, ശരീരം മെലിയുന്നു, ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതും ഇത്തരം രോഗാവസ്ഥയ്ക്ക് കാരണമാണെന്ന് അനുമാനിക്കാം. മലത്തിലൂടെ രക്തം പ്രവഹിക്കുക വഴി ഇവരുടെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുക, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക, അതുവഴി വിളർച്ച ഉണ്ടാകുക, ഇതും ഇത്തരക്കാരിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ കുടുംബത്തിൽ ഇത്തരം രോഗാവസ്ഥകളുടെ ഒരു ചരിത്രമുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഇത്തരം രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മുൻപ് കൂടുതലായിട്ട് അസിഡിറ്റിയോ IBD, ക്രോൺസ് പോലത്തെ രോഗാവസ്ഥകൾ, മറ്റെന്തെങ്കിലും സിസ്റ്റ്, ഗ്രോത്ത്, പോളിപ്പ് ഇത്തരം സംഗതികൾ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ കാലാന്തരത്തിൽ ഇത്തരം രോഗാവസ്ഥ വരുന്നതിന് സാധ്യതയുണ്ട്. ആയതിനാൽ കോൺസ്റ്റിപ്പേഷൻ, മലവിസർജന സമയത്തുണ്ടാകുന്ന രക്തം പോക്ക്, ലൂസ് മോഷൻ, ശരീരം മെലിച്ചില്, എപ്പോഴും ചെറുങ്ങനെയുള്ള പനി, കുളിര് തോന്നുക, വിശപ്പില്ലായ്മ വരിക, ശരീരം അമിതമായിട്ട് മെലിയുന്നു, ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിശോധന നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇത്തരം രോഗാവസ്ഥകളിലേക്ക് നയിക്കുന്നതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളായിരിക്കാം ഇത്. മുൻപ് പറഞ്ഞ പോലെ കുടുംബത്തിൽ ഇത്തരം ഒരു രോഗസാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണശീലങ്ങളും ജീവിത രീതികളിലും മാറ്റം വരുത്തേണ്ടതാണ്. അതായത് കൃത്യമായിട്ട് ഉണരുന്നതിനും ഉറങ്ങുന്നതിനും സമയനിഷ്ഠ പാലിക്കുക, മലവിസർജന സമയനിഷ്ഠ പാലിക്കുക, അതുപോലെ 3 സമയങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിൽ 5 ഡിന്നർ കൃത്യസമയത്ത് കഴിക്കുന്നത് ഉറപ്പുവരുത്തുക. അതുപോലെ അമിത ശരീരഭാരം ഉണ്ടാക്കുന്ന കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കാതിരിക്കുക, മധുര പലഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കാതിരിക്കുക, പകൽ ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുക, നിത്യേന റെഗുലർ ആയിട്ടുള്ള ക്രമമായിട്ടുള്ള വ്യായാമം, യോഗയോ എക്സസൈസോ നടത്തോ എന്തായാലും കുഴപ്പമില്ല, പതിവായിട്ടുള്ള വ്യായാമം നിർബന്ധമായിട്ടും ശീലിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ നാരുകൾ തീരെ ഇല്ലാത്ത പൊറോട്ട പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ ബേക്കറി സാധനങ്ങൾ, മൈദ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ, ജങ്ക് ഫുഡ് ഒക്കെ ഇത്തരക്കാർ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പാചകം ചെയ്ത എളുപ്പം ദഹിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഹോംലി ആയിട്ടുള്ള നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ട് ഉറങ്ങുന്നതിനും ക്രമമായ വ്യായാമം ശീലിക്കുന്നതിനും
കഴിക്കുന്നതും ഇത്തരക്കാർക്ക് നിർബന്ധമാണ്. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ പതിവായിട്ട് കഴിക്കുമ്പോൾ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന ദുർമേധസ്സും ദുഷിച്ച മാംസധാതുവും അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ കഫദോഷം വർദ്ധിക്കുന്നുമുണ്ട്. ഇതെല്ലാം അർബുദ സാധ്യത വീണ്ടും വീണ്ടും കൂട്ടുകയാണ്. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇവിടെ കൊടുത്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. കയറി കാണാവുന്നതാണ്.